അതിരപ്പിള്ളിയിൽ സർക്കാരും കെഎസ്ഇബിയും ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ്? ശ്രീ പി പ്രസാദ്, അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പദ്ധതി. ഈ നിലപാടാണോ സിപിഐക്ക് ഇപ്പോഴുമുള്ളത്? തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിനകത്ത് പിന്നീടൊരു സംശയത്തിൻ്റെ കാര്യം ഉടലെടുക്കുന്നതേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയ്ക്കകത്ത് തന്നെ പരിസ്ഥിതി കാര്യങ്ങളോടുള്ള മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. മുൻകാലങ്ങളിൽ സംഭവിച്ചതിനേക്കാൾ നോക്കുമ്പോൾ മുൻകാലങ്ങളിലെ പ്രകടന പത്രികയും ഇപ്രാവശ്യത്തെ പ്രകടന പത്രികയും കൂടി നോക്കുമ്പോൾ തന്നെ ഏതൊരാൾക്കും ആ വ്യത്യാസം മനസ്സിലാവുന്നതാണ്. ഹരിത കേരള മിഷൻ പോലുള്ള വിഖ്യാതമായ പദ്ധതികൾ, പ്രാധാന്യമുള്ള പദ്ധതികൾ അവതരിപ്പിക്കുന്ന കേരളത്തിലെ മുന്നണി ഗവൺമെൻറ് കേരളത്തിൻ്റെ പ്രകൃതിയുടെ, കേരളത്തിൻ്റെ പരിസ്ഥിതിയുടെ പ്രത്യേകതയും സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയും ചൂണ്ടിക്കാട്ടുകയാണ്. അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള ഒന്നിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വന്ന് എത്തുന്നത്. എനിക്ക് തോന്നുന്നത് കെഎസ്ഇബിയിലെ ഉദ്യോഗസ്ഥന്മാരാരോ കൊടുത്ത നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് അബദ്ധത്തിൽ ഒപ്പുചാർത്തി അത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വന്നതാവാനുള്ള സാധ്യതയാണുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യത്തിലെല്ലാം അതായത് കെഎസ്ഇബിയിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒളിച്ചുകളി എന്ന നിലപാടാണ് സിപിഐക്കുള്ളത്. കെഎസ്ഇബിയിലെ ഉദ്യോഗസ്ഥരാണ് ക്ലിയറൻസ് കിട്ടേണ്ടതുണ്ട്, നമുക്ക് സാമ്പത്തിക സാങ്കേതിക അനുമതി കിട്ടേണ്ടതുണ്ട്, പരിസ്ഥിതി അനുമതി കിട്ടേണ്ടതുണ്ട്, വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട അനുമതി കിട്ടേണ്ടതുണ്ട്. ഇവിടെ ഈ പദ്ധതി തുടങ്ങി എന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലെല്ലാം എഴുതി കൊടുക്കുകയും പറയിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നിടത്ത് ഏത് അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലായിട്ടുള്ളത് എന്ന് പറയേണ്ടത് അനിവാര്യമാണ്. അവിടെ ഈ പദ്ധതി ശ്രീ പി പ്രസാദ്, താങ്കൾ പറയുന്നു കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ ഒളിച്ചുകളി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതാണല്ലോ സിപിഐയുടെ നിലപാട്. അങ്ങനെയെങ്കിൽ വിശദീകരണം നൽകേണ്ടത് ബന്ധപ്പെട്ട മന്ത്രിയാണ്, സർക്കാരാണ് വിശദീകരണം നൽകേണ്ടത്. അത് ഇതുവരെ നൽകിയിട്ടില്ലല്ലോ. മാത്രമല്ല, വൈദ്യുതി മന്ത്രി എം മണി നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? അതിരപ്പിള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നാണ്. ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കണ്ണൻകുഴി എന്ന സ്ഥലത്ത് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് വൈദ്യുതി വകുപ്പിൻ്റെ പുതിയ തന്ത്രം. അത് മന്ത്രി തന്നെ സമ്മതിച്ച കാര്യമാണ്. അതായത് അതിരപ്പിള്ളി പദ്ധതിക്ക് നിലവിലുണ്ടായിരുന്ന പാരിസ്ഥിതിക അനുമതി ജൂലൈ 18 തീരുകയായിരുന്നു. ആ പാരിസ്ഥിതിക അനുമതി തീരുന്നതിന് മുൻപ് ജൂലൈ 15 3 ദിവസം മുൻപ് ഇങ്ങനെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. ഇത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തു. അതായത് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി, അതുകൊണ്ട് ഇനി പാരിസ്ഥിതിക അനുമതി നീട്ടിക്കിട്ടേണ്ടതോ പുതിയ പാരിസ്ഥിതിക അനുമതിയുടെയോ ആവശ്യമില്ല, നിലവിലുള്ള അനുമതി മതി. അത് കെഎസ്ഇബിയുടെ ഒരു തന്ത്രമായിരുന്നു. അത് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. സിപിഐക്ക് എതിർപ്പുണ്ട്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. മന്ത്രി എന്തുകൊണ്ട് പറയുന്നില്ല ഇത് സർക്കാർ അറിയാതെയാണ് നടക്കുന്നതെന്ന്? ഒരു ജലവൈദ്യുത പദ്ധതിക്ക് ആദ്യം വേണ്ടത് അണ കെട്ടുക എന്നുള്ളതാണ്. പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം, പിന്നെ വിതരണം ചെയ്യണം. ഒരു അതിരപ്പള്ളിയിൽ ഒരു ജലവൈദ്യുത പദ്ധതി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വിതരണത്തിന് വേണ്ടിയുള്ള ലൈൻ വലിക്കലാണോ? അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ വേറെ എന്തെങ്കിലും പണിക്കാണ് വരേണ്ടത്. അങ്ങനെയാണോ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടതും? ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അവിടെ ഒരു അണക്കെട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതിനാവശ്യം ഇപ്പോൾ പോട്ടെ, ഈ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നു, അതിനെവിടെയാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്? ആരാണ് അതിനെല്ലാം ഏർപ്പാടുണ്ടാക്കിയിരിക്കുന്നത്? ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടാണോ? ഇടമലയാർ കേസ് മറക്കാൻ പാടില്ല. എന്തിനാണ് ഇടമലയാർ കേസിന്റെ പേരിൽ ശിക്ഷകൾ ഉണ്ടായത്? എന്തായിരുന്നു പ്രശ്നം? നടപടിക്രമങ്ങൾ പാലിക്കാതെ ഉള്ളതിന്റെ പേരിലാണ്. ഇങ്ങനെയൊക്കെയാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് ഇതിന് നടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് എങ്കിൽ ദുരന്തത്തിലേക്കായിരിക്കും കേരളം എത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി അവിടെ വെള്ളമുണ്ടോ? ഏറ്റവും പ്രാഥമികമായി പറയേണ്ട കാര്യം അതല്ലേ? ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ജലം ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ജലമുണ്ടോ അവിടെ? ഇതെല്ലാം പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും LDF സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തും അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന AK ബാലനും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചതാണല്ലോ. അതിരപ്പിള്ളിയിൽ ജലവൈദ്യുത പദ്ധതി ആകാമെന്ന് VS സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ LDF സർക്കാരിന്റെ നിലപാട് അത് തന്നെയാണ്. അപ്പോൾ വെള്ളമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പല പഠന റിപ്പോർട്ടുകളും ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെയുണ്ട്. കഴിഞ്ഞ UDF സർക്കാരും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത്. അതേ നിലപാട് തന്നെ LDF സർക്കാർ പിന്തുടരുകയാണ്. അതല്ല എങ്കിൽ LDF സർക്കാരിന്റെ ബന്ധപ്പെട്ട മന്ത്രി M മണിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറയണം ഈ പദ്ധതി സർക്കാരിൻ്റെതല്ല, സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിച്ചുവെന്ന്. അത് പറഞ്ഞിട്ടില്ലല്ലോ. CPI ഇങ്ങനെ പലതവണയായി പറയുന്നുണ്ട് അതിരപ്പള്ളി പദ്ധതിയെ ഞങ്ങൾ എതിർക്കുകയാണ്, നടപ്പിലാക്കാൻ സമ്മതിക്കുകയില്ല എന്ന്. അതേസമയം തന്നെയാണ് കെഎസ്ഇബിയിലെ ഉദ്യോഗസ്ഥർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അത് സർക്കാരിൻ്റെ അറിവോടെ അല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ശ്രീ പി പ്രസാദ്?
അല്ല, ഇത് ചിലപ്പോൾ ആർക്കൊക്കെ അറിയാം. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുള്ളതല്ല. ഇത് നടപ്പിലാക്കുമെന്ന് മുന്നണി പറഞ്ഞിട്ടില്ല. അത്തരമൊരു കാര്യത്തിനകത്ത് ചില ആൾക്കാർക്ക് താല്പര്യങ്ങളുണ്ടാവാം, ഉദ്യോഗസ്ഥന്മാർക്ക് ചില പ്രത്യേകമായ താല്പര്യങ്ങളുണ്ടാവാം. അത് നിർമ്മാണ പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടാവാൻ താല്പര്യങ്ങളെക്കുറിച്ച് കേരളം ഒരുപാട് കണ്ടതും കേട്ടതും എല്ലാമാണ്. അല്ല, ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ പ്രകടന പത്രികയുടെ കാര്യം എടുത്തെടുത്ത് ശ്രീ പി പ്രസാദ് പറയുന്നുണ്ട്, CPI നേതാക്കൾ പറയുന്നുണ്ട്. പ്രകടന പത്രികയിൽ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി എന്ന ഒരു വാക്കില്ലായിരിക്കാം, പക്ഷേ 500 മെഗാവാട്ട് വൈദ്യുതിയുടെ അധിക ഉൽപാദനം 2021 ഉണ്ടാകും. അത് നിലവിലെ ജലവൈദ്യുത പദ്ധതികൾ മെച്ചപ്പെടുത്തിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കാം. ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. മാത്രമല്ല, ഈ വർഷം ഫെബ്രുവരിയിൽ നിയമസഭയിൽ രേഖാമൂലം കൊടുത്ത മറുപടിയിൽ മന്ത്രി പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. അതിൽ 163 മെഗാവാട്ട് ശക്തിയുള്ള അതിരപ്പള്ളി പദ്ധതി KSEB ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് എന്ന പരാമർശം അതിരപ്പള്ളി പദ്ധതി എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഉള്ളതാണ്. നിയമസഭാ രേഖകളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് അന്ന് ചർച്ചകൾ നടന്നതാണല്ലോ. അപ്പോൾ അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, CPI പറയുന്നത് പോലെ ഉപേക്ഷിച്ചിട്ടില്ല. അല്ല, അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ പറ്റുകയില്ല. അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ ഒക്കാത്തത് ഏതെങ്കിലും ഒരു CPI, CPM അല്ലെ ഇടതുപക്ഷ മുന്നണിക്കകത്തുള്ള ഏതെങ്കിലും കക്ഷികളുടെ പ്രശ്നമോ ആ തർക്കമോ ഒന്നും അല്ല ഇത്. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല? കേരളത്തിലെ ജനതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കേരളത്തിന് അത് താങ്ങാൻ പറ്റില്ല. ചാലക്കുടി പുഴയിൽ ഇനിയൊരു ഡാം വരിക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ കൃഷിയും ജനങ്ങളുടെ കുടിവെള്ളവും ഇല്ലാണ്ടാവും. ഈ വിശാലമായ താല്പര്യത്തെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും പ്രശ്നത്തിന്റെ പേരല്ല ഇതെല്ലാം. പരിസ്ഥിതിക്ക് നാശമുണ്ടാകാത്ത രീതിയിൽ പദ്ധതി നടപ്പാക്കുമെന്നാണല്ലോ CPM-ന്റെ നിലപാട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത്, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് നവകേരള മാർച്ചിനിടയിൽ കോടിയേരി ബാലകൃഷ്ണൻ ചാലക്കുടിയിൽ വെച്ച് പറഞ്ഞ കാര്യത്തിലും വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞ കാര്യത്തിലും ഉണ്ടായിരുന്നു. അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. പരിസ്ഥിതിക്ക് ദോഷം വരാതെ അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കൂ എന്നൊക്കെ പറയാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും സാമാന്യ വിവരമുള്ള ഒരാൾക്കും പറയാൻ കഴിയുന്നതല്ല. പിന്നെ ഓരോ കാലത്ത് ഓരോ പദ്ധതി അനുകൂലിച്ചു എന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്തില്ലാതെ മാറുന്നത് എത്രയോ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സൈലന്റ് വാലി പദ്ധതി എല്ലാവരും ചേർന്ന് അനുകൂലിച്ചാണ്. ഞങ്ങളുടെ നേതാക്കന്മാരടക്കം സഖാവ് PK അടക്കം സൈലന്റ് വാലി പദ്ധതിക്ക് അനുകൂലമായാണ്. പിന്നീട് അത് നിലപാട് മാറ്റേണ്ടി വന്നു. യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ നിലപാട് മാറ്റുക എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് കേരളത്തിൽ അതിരപ്പള്ളിയുടെ കാര്യത്തിലും എത്തേണ്ടി വരും, എത്തുക തന്നെ ചെയ്യൂ എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല. ഒരു അനുമതി പോലും ഇല്ലാതെ, പാരിസ്ഥിതിക അനുമതിയില്ല, വനാവകാശ നിയമപ്രകാരം അനുമതിയില്ല, എക്കണോമിക് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല, ഇതൊന്നും ഇല്ലാത്തൊരു കാര്യത്തിനകത്ത് ഇത് നടപ്പിലാകും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക? അനുമതിയില്ല എന്ന കാര്യം പറയരുത്. പാരിസ്ഥിതിക അനുമതിയുടെ 4 തവണ പാരിസ്ഥിതിക അനുമതി കിട്ടിയതാണ്. 4 തവണ അനുമതി കിട്ടിയതാണ്. ഇടയ്ക്ക് പാരിസ്ഥിതിക അനുമതി റദ്ദാകുന്നു. 2009-10 കാലഘട്ടത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ് ഇടപെട്ട് റദ്ദാക്കുന്നു. 2015 വീണ്ടും കിട്ടുന്നു. ഇതൊക്കെ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. 2017 ജൂലൈ 18 ഇത് തീരുകയായിരുന്നു. അതിനു മുൻപ് തന്നെ KSEB ഇങ്ങനെയൊരു തന്ത്രം ആവിഷ്കരിച്ചതോടുകൂടി ആ പാരിസ്ഥിതിക അനുമതി നീട്ടിക്കിട്ടിയിരിക്കുകയുമാണ് ഇപ്പോൾ. ശ്രീ CR നീലകണ്ഠൻ, ഒളിച്ചുകളി നടത്തുകയല്ലേ ഇവിടെ KSEB-യും സർക്കാരും ചേർന്നുകൊണ്ട്? CPI-യും പരിസ്ഥിതി സ്നേഹികളും പറയുന്നു അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിച്ചുവെന്ന്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അല്ല, അതിരപ്പള്ളി പദ്ധതി നടക്കില്ല എന്നതൊരു കാര്യം. പക്ഷേ KSEB-യെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതി നടക്കില്ല എന്നവർ പറയില്ല. അതിൽ പല താല്പര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. KSEB-ക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷേ ഫയൽ പരിശോധിച്ചാൽ പൂയംകുട്ടി ഫയൽ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. പൂയംകുട്ടി പദ്ധതി ഇല്ലാതായിട്ട് കുറേ കാലമായി. സൈലന്റ് വാലിയുടെ കാര്യം എനിക്കറിയില്ല, അത് ഫയലുണ്ടോയെന്ന്. പാത്രക്കടവ് പദ്ധതിയുടെ ഫയൽ ഇപ്പോഴും ഉണ്ടാവും. നിരവധി പദ്ധതികളുടെ ഫയലുകളും അതിൻ്റെ ഓഫീസുകളും അതിൻ്റെ സംവിധാനങ്ങളും അതിനുവേണ്ടി പണച്ചെലവും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ ആദ്യമായി ആവശ്യപ്പെടുന്നത് ഈ പദ്ധതിയുടെ ഓഫീസ് അടച്ചുപൂട്ടണമെന്നാണ്. ഞാൻ ആവശ്യം ഉന്നയിച്ച ആളാണ്. ഈ പദ്ധതിയുടെ ഓഫീസ് അടച്ചുപൂട്ടണം. നമ്മുടെ അവിടെ സംഭവിക്കുന്ന എന്താ? ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് കടലാസിൽ. ഇത് പദ്ധതി ഉണ്ടാവുന്നത് വൈദ്യുതി ഉണ്ടാവാനൊന്നുമില്ല. അത് നമ്മളെ പറഞ്ഞ് പറ്റിക്കാനാ, വൈദ്യുതി ഉണ്ടാക്കാനാ. ഈ കേരളത്തിൽ തുടങ്ങി വെച്ച എത്ര പദ്ധതി അവസാനിച്ചിട്ടുണ്ട്, എത്ര പദ്ധതി വൈദ്യുതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി ചെലവാക്കിയ പണം എത്ര എന്നതിന്റെ കണക്ക് നമ്മൾ എടുത്താൽ ശരിയാണ്. 163 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുള്ള ഈ പദ്ധതിയിൽ നിന്നും അതിൻ്റെ 20% പോലും കിട്ടുകയില്ല എന്നൊക്കെയുള്ള കണക്കുകൾ ഉണ്ട്. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഓഫീസ് അടച്ചു പൂട്ടണം എന്ന് പറയുമ്പോഴും
സർക്കാരിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM അതിന് തയ്യാറായിട്ടില്ല. CPMന്റെ ഇപ്പോഴത്തെയും നിലപാട് അതിരപ്പള്ളി പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ്. അതിന് സമവായം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ സമവായം ഉണ്ടാക്കുമെന്ന് പറയുന്നുമില്ല. സമവായം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന പദ്ധതിയാണോ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി? ഒരിക്കലുമല്ല. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഞങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും അക്കാര്യം സംശയമില്ല. ഇവർ പറയുന്ന 163 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു ടർബൈൻ കറക്കാൻ വേണ്ട വെള്ളം വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അണ കെട്ടാൻ ആതിരപ്പള്ളിയിൽ ഒരു സാധ്യതയുമില്ല. ഒന്ന്, ഇത് നന്നായി അറിയാം. അതിന് വേണമെങ്കിൽ ഇപ്പോഴുള്ള നിയമങ്ങൾ മാറ്റാൻ നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ പാരിസ്ഥിതിക അനുമതി കഴിഞ്ഞ 17-ാം തീയതി അവസാനിച്ച പാരിസ്ഥിതിക അനുമതി വീണ്ടും കിട്ടണം. അതും എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. കോടതി ചോദ്യം ചെയ്ത് പിൻവലിച്ചത് കാരണം അത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ പിൻവലിച്ചത്. സാങ്കേതിക കാര്യം നിലനിൽക്കുകയാണല്ലോ. കഴിഞ്ഞ ജൂലൈ 18-ന് പാരിസ്ഥിതിക അനുമതിയുടെ കാലാവധി തീരുന്നു. പക്ഷേ അതിനു മുൻപ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയൊരു പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുകയാണല്ലോ KSEB. ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി, ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നു പവർ ഹൗസിന് സമീപം, പവർ ഹൗസ് വരേണ്ട സ്ഥലത്തിന് സമീപമായിട്ട്. ഇത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന വ്യക്തമായ സന്ദേശം നൽകി കഴിഞ്ഞു. അപ്പോൾ പിന്നീട് ഒരു പാരിസ്ഥിതിക അനുമതിയുടെ ആവശ്യം എന്താണ്? അല്ല, പാരിസ്ഥിതിക അനുമതി ഇപ്പോഴില്ല. ഇപ്പോൾ തിയററ്റിക്കലി ആ പദ്ധതിക്ക് ഇപ്പോൾ പാരിസ്ഥിതിക അനുമതി ഇല്ല. 18-ാം തീയതി തീർന്നു. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്താലും അനുമതി ഇല്ലാത്തൊരു കാര്യം മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. പാരിസ്ഥിതിക അനുമതി ഇപ്പം ഇന്നില്ല. ഞാൻ പറയുന്നു, ഇന്ന് ആ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പ്രശ്നം അതല്ല. തുടങ്ങിക്കഴിഞ്ഞ ഒരു പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി വേണോ വേണ്ടയോ? അതായത് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞ, നിർമ്മാണ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ ഒരു പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി പിന്നീട് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ഈ ടെൻഡർ നടപടികളൊക്കെ സാങ്കേതിക കാര്യങ്ങളാണ്. അല്ല, അതൊന്നും നടക്കില്ല. അല്ലല്ല, ഇവിടെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിർമ്മാണം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ നിർമ്മാണം ഇപ്പം അവർ വേണമെങ്കിൽ ഒരു ഓഫീസിൻ്റെ തറക്കല്ലിട്ടാൽ പോരെ. അതല്ലല്ലോ നിർമ്മാണം. ഇവിടെ ബാക്കി ഇപ്പം നേരത്തെ പറഞ്ഞ വനാവകാശം മുതൽ ഇങ്ങോട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നത് മഞ്ജുഷേ, ഇത് പദ്ധതി കൊണ്ടുവരാനല്ല. ഇവിടെ 2 കുഴപ്പമാണുള്ളത്. സഖാവ് പ്രസാദിനോടടക്കം എനിക്ക് പറയാനുള്ളത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ ഇടയിൽ ഒരു ഇതുണ്ടാക്കുക, ഇതിങ്ങനെ വരാൻ പോകുന്നു എന്ന് പറയുക, സംശയങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ മറവിൽ കുറേ പണവും കൂടി ചിലവാക്കും. ഞാൻ പറയുന്നു, അതിരപ്പള്ളി പദ്ധതിക്ക് വേണ്ടി ഇനിയും കുറേ പണം ചിലവാക്കും. ഇനിയും ചിലപ്പോൾ പോസ്റ്റുകൾ ഉണ്ടാവും. ഈ പോസ്റ്റ് ഉണ്ടാക്കലും പണം ചിലവാക്കലുമാണ് ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം. അതിന് പല താല്പര്യക്കാരുണ്ട്. CPM CPI തർക്കമൊന്നും നമ്മളെ വിഷയമല്ല. കാരണം CPI അല്ല ആരെ എതിർത്താലും അനുകൂലിച്ചാലും UDF എതിർത്താലും ചില ഉദ്യോഗസ്ഥരെയും മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എന്നാണ്. മന്ത്രി നിയമസഭയിൽ ഇക്കാര്യം അംഗീകരിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവരമൊക്കെ മന്ത്രിക്ക് അറിയാമല്ലോ. സർക്കാരും വൈദ്യുതി വകുപ്പും എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അപ്പോൾ CPMന്റെ നിലപാട് എന്താണ്? ഒളിച്ചുകളി അവസാനിപ്പിക്കേണ്ടതല്ലേ? അല്ല, CPMന് ചിലപ്പോൾ ഇത് പണിയണമെന്നുണ്ടാവുന്നേ. MM മണിക്കോ മുഖ്യമന്ത്രിക്കോ CPIക്കോ CPMനോ എനിക്കറിയില്ല. CPIക്ക് ഇല്ലാന്നിപ്പോൾ നമുക്ക് കൃത്യമായി അറിയാം. CPMന് ഉണ്ടാവാം. CPMൽ ചിലർക്കുണ്ടാവാം. ഇപ്പോൾ VS അച്യുതാനന്ദനെ എതിർത്തിന് അദ്ദേഹം CPM ആണ്. ഡോക്ടർ തോമസ് ഐസക്ക് ഇത് മണ്ടത്തരമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞത് ആർക്ക് വേണ്ടി ഉണ്ടായിക്കോട്ടെ, പക്ഷേ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ലാത്തൊരു പദ്ധതിക്ക് വേണ്ടി ഇനി എൻ്റെയും മഞ്ജുഷിൻ്റെയും നാട്ടുകാരുടെയും പണം ചെലവാക്കരുത് എന്നതാണ് എൻ്റെ നിലപാട്. അതാ ഞാൻ പറഞ്ഞേ. ഇനി അതിനു വേണ്ടി ചെലവാക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ ഉത്തരവാദി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കല്ലട മുതൽ ഇങ്ങോട്ടുള്ള പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയവർ ആരെ പിടിച്ചു? ഇത് ചെലവാക്കിയാൽ ഒരു രക്ഷപ്പെടും. ഒരു കാലത്ത് ഇതിന് ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവില്ല. എന്തിന് ചെലവാക്കി? അപ്പോൾ ഈ പണം ദൂർത്തടിക്കുകയും ഇത്തരം പോസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന പണിക്ക് അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് ഇത് പോയില്ല. നമുക്കിനിയിപ്പോൾ ഇവരിനി MOEFൻ്റെ അടുത്ത് പോയി ഞങ്ങളിത് പണിയൊക്കെ തുടങ്ങി തീരാറായി, നിങ്ങൾ അനുമതി തന്നു എന്നൊന്നും പറഞ്ഞ് പറ്റിക്കാവുന്ന കണിയൊന്നുമല്ല. നമ്മളെന്താ അവിടെ അരിഭക്ഷണമല്ലേ കഴിക്കണം മഞ്ജുഷേ? മറുപടി നമ്മൾ പറഞ്ഞോളാം. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ MP അനിൽ, എന്തായിരുന്നു KSEBയുടെ ഉദ്ദേശ്യം? കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ട് ഈ ട്രാൻസ്ഫോമർ കണ്ണൻകുഴി എന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? നമ്മുടെ രാജ്യത്തെ